ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും ലാലേട്ടൻ ഫ്ലവർ അല്ല ഫയർ എന്നുള്ള കാര്യം ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലെ. ലാലേട്ടനെ ഇത്രയും ഫയർ ആയിട്ട് നമ്മൾ ഈ സീസണിൽ നിന്നല്ല പല സീസണുകളിലും കാണാറില്ല. എപ്പോഴും ലാലേട്ടന് കിട്ടുന്ന ഒരു വിമർശനമാണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ആ കണ്ടസ്റ്റൻസിനെ എന്താ പറയുക ഒന്ന് ശാസിക്കാനും ഒക്കെ ഒന്ന് പോകണമെന്ന് ഉള്ള കാര്യം. ലാലേട്ടൻ എപ്പോഴും മോനെ എന്നുള്ള ആ ഒരു ടോണാണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറ്. അപ്പൊ എന്ത് ചീത്ത പറയുകയാണെങ്കിലും ലാലേട്ടൻ അങ്ങനെ എക്സ്ട്രീം ആയിട്ട് പറയാറില്ല. പക്ഷെ ഇന്നലെ നല്ല രീതിയിൽ ഫയർ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഫയർ ചെയ്ത് തന്നെയാണ് അനുമോളുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അനുമോളുടെ അടുത്ത് നല്ല ബാക്കി എല്ലാവരുടെ അടുത്തും മസ്താനിയുടെ അടുത്താണെങ്കിലും ഒക്കെ വളരെ നല്ല രീതിയിൽ ഫയർ ആയിട്ട് തന്നെയാണ് ലാലേട്ടൻ സംസാരിച്ചിട്ടുള്ളത്. വളരെ ഹാർഷായിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ അതെന്തായാലും ആ ഒരു അവതരണ ശൈലിയൊക്കെ വളരെ രസമുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് അത് വളരെയധികം ചേരുന്നതാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും ഫയറിങ് അല്ലെങ്കിൽ കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ലാൽസാന്റെ സൈഡിൽ നിന്ന് ചോദിച്ചിട്ടും അനുമോള് ഒരു ഒരു അക്ഷരം പോലും പറഞ്ഞതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. മനസ്സിലായോ? അത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, അനുമോള് ശരിക്കും എപ്പോഴും നമ്മൾ പറയില്ലേ, എപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വീക്ക് ആയതുകൊണ്ടല്ല കരയുന്നത്. അവർ ഇമോഷണലി കുറച്ച് വീക്കാണ്. പക്ഷെ അവരുടെ മെന്റൽ സ്ട്രെങ്ത് അത്രമാത്രം ഉണ്ട് എന്നാണ് ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇന്നലെ പ്രൂവ് ചെയ്തത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാരണം ഇത്രയും ഫയറിങ് കേട്ടിട്ടും അനുമോൾ ഒന്ന് കരയോ അല്ലെങ്കിൽ ഇതിനെതിരെ എന്താ പറയാ സോറി പറയോ ഒന്നിനും ഇതുവരെ അനുമോൾ പോയിട്ടില്ല എന്നുള്ളതാണ്. അത് അനുമോളുടെ ആ ഒരു മെന്റൽ സ്ട്രെങ്തിനെ തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. അനുമോൾ ഒരു നല്ല BB മെറ്റീരിയൽ ആണ് എന്നുള്ളതിന്റെ ഭയങ്കര ഒരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അനുമോൾ അതിൽ ഉറച്ചു നിന്നത് എന്തുകൊണ്ടായിരിക്കും? ഒന്നെങ്കിൽ അനുമോൾ പറഞ്ഞ കാര്യം അനുമോൾ കണ്ടു തന്നെയായിരിക്കാം, മേ ബി. അല്ലെങ്കിൽ അനുമോൾ അതിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം ഇപ്പൊ ഓൾറെഡി കണ്ടു എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ലാൽസാർ 2 വഴക്ക് പറഞ്ഞ പാടെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ട്രോളന്മാരെല്ലാവരും കൂടെ ട്രോളി അങ്ങ് ഇല്ലാണ്ടാക്കുമല്ലേ. പുറത്തിറങ്ങുമ്പോഴത്തേനും ഇപ്പൊ കള്ളം പറഞ്ഞു എന്നുള്ള പേര്, ലാൽസാറിൽ നിന്ന് വഴക്ക് കേട്ടു എന്നുള്ള പേര് ഇപ്പൊ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി പറയുന്നു. ഏതൊക്കെ രീതിയിൽ ട്രോള് വരും അതിന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. പക്ഷെ ആ രീതിയിലൊന്നും ട്രോള് വരണ്ട. ഇപ്പൊ ആർക്കും അതിനെപ്പറ്റി സംസാരിക്കാനില്ല. അതായത് ലാൽസാറിന്റെ അനുമോൾക്ക് വഴക്ക് കേട്ടു, ഇത് മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ. ആ വഴക്ക് കേട്ടതിന്റെ ഭാഗമായിട്ട് അനുമോൾ അവിടുന്ന് ചേഞ്ച് ആയിട്ടില്ല. അപ്പൊ ആ ഒരു സൈഡിലേക്ക് ആർക്കും പോകാൻ പറ്റില്ല. ഇപ്പൊ മനസ്സിലായോ? അവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ തന്നെ അനുമോൾ അത് അങ്ങനെ തന്നെ നിർത്തി. ഞാൻ കണ്ടില്ല എന്ന് എന്റെ കണ്ണിൽ കയറി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അതങ്ങനെ ഉള്ളൂ, അതത്രേ ഉള്ളൂ. ഒരാൾക്കും അവരുടെ കണ്ണിൽ കയറി എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് അങ്ങനെ നിർത്തിയത് ഒന്നെങ്കിൽ അനുവിന്റെ ഒരു ഗെയിം തന്നെ ആയിരിക്കും. ഒരിക്കലും ഈ ഒരു സൈഡിൽ താൻ കള്ളം പറഞ്ഞു എന്ന് വരാതിരിക്കാനാവാം, അല്ലെങ്കിൽ അവർ കണ്ടിട്ട് തന്നെ ആയിരിക്കാം പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും അനുമോളുടെ ആ ഒരു തൊലിക്കെട്ടി ഉണ്ടല്ലോ, ഒരു വിൽ പവർ, അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് കാണാം.